16ാമത്തെ ചോദ്യം ABCD is a square. Coordinates of A are 1, -5. Diagonals of the square intersect at P1, 0. Write the coordinates of B, C and D. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ഈ ഫിഗറിലെ ബിയുടെയും സിയുടെയും അതുപോലെ തന്നെ ഡിയുടെയും സൂചക സംഖ്യകളാണ്. ഇതൊരു സ്ക്വയറാണ്, സമചതുരമാണ്. നമുക്കറിയാം സമചതുരത്തിൻ്റെ ഡയഗണൽസ് വികരണങ്ങൾ ബൈസെക്റ്റ് ചെയ്യും, പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. ആദ്യം നമുക്ക് പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. √(x1 - x2) + y1 - y2) നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 5 എന്ന് ലഭിക്കും. അപ്പോൾ പിയുടെ ലെങ്ത് 5 ആണെങ്കിൽ പി സിയുടെ ലെങ്ത് 5 ആയിരിക്കും, പി ബിയുടെ ലെങ്ത് 5 ആയിരിക്കും, പി ഡിയുടെ ലെങ്തും 5 ആയിരിക്കും. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് 1 ആണ്. അപ്പോൾ ബിയിലോട്ട് പോകുമ്പോൾ വീണ്ടും 5 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 1 + 5 എന്ന് പറയുമ്പോൾ 6, 0 ആയിരിക്കും. അതുപോലെ ഡിയിലോട്ട് വരുമ്പോൾ 1 ൽ നിന്ന് 5 മൈനസ് ചെയ്യും. 1 ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും -4, 0 എന്ന് കിട്ടും. ഡിയും ബിയും എക്സ് കോർഡിനേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ എക്സ് കോർഡിനേറ്റിൽ മാറ്റം വരുത്തിയത്. ഇനി സി എന്ന് പറയുന്ന വൈ കോർഡിനേറ്റിൽ വരുന്നതാണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് ആണ് ചേഞ്ച് ആക്കേണ്ടത്. വൈ കോർഡിനേറ്റ് അവിടെ 0 ആണ്. പിയുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അത് സിയിലോട്ട് പോകുമ്പോഴത്തേക്കും 0 + 5, അതായത് 1, 5 എന്ന് ലഭിക്കും. 17ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ആംഗിൾ ബി = 90 ഡിഗ്രി, എ ബി = 7 സെൻറ്റിമീറ്റർ, ബി സി = 24 സെൻറ്റിമീറ്റർ, എ സി = 25 സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ ചോദ്യം. സൈൻ എ = 24/k, വാട്ട് നമ്പർ ഈസ് കെ? സൈൻ 24/k ആയാൽ കെ ഏത് സംഖ്യയാണ്? രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് കോസ് സി, സൈൻ സി. കോസിയും സൈൻ സി ഇവ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം. സൈൻ എ = 24/k ആയാൽ കെയുടെ വില എത്ര എന്നാണ്. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, എതിർവശം ബൈ കർണമാണ്. ഇവിടെ സൈൻ എ, തീറ്റയ്ക്ക് പകരം എ എന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 24/k എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 25 ആണ്. അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 25. രണ്ടാമത്തത് കോസ് സി ആണ്. നമുക്ക് കോസ് കണ്ടെത്താൻ അറിയാം. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സി വരുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സി ബി ആണ്. അപ്പോൾ 24 ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 25 ആണ്. അപ്പോൾ 24/25. മൂന്നാമത്തെ ചോദ്യം. സൈൻ സി ആണ്. സൈൻ സി നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 7 ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 25. 18ാമത്തെ ചോദ്യം. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആൻഡ് റേഡിയസ് 12 സെൻറ്റിമീറ്റേഴ്സ് ഈസ് റോൾഡ് അപ്പ് ഇൻ ടു എ കോൺ. ഒന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി കോൺ. ഒന്നാമത്തെ ചോദ്യം. വൃത്തസ്തൂപികയുടെ ചരിവുയരമാണ്. വൃത്തസ്തൂപികയുടെ ചരിവുയരവും സെക്ടറിൻ്റെ റേഡിയസും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് 12 ആയതുകൊണ്ട് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നതും 12 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം. റേഡിയസ് ഓഫ് ദ കോൺ ആണ്. നമുക്കൊരു ഇക്വേഷൻ അറിയാം. സ്മോൾ r / ക്യാപിറ്റൽ R = x/360. സ്മോൾ r എന്ന് പറയുമ്പോൾ കോണിൻ്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ R എന്ന് പറയുമ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് ആണ്, = x സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളാണ് /360. അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും റേഡിയസ് 4 എന്ന് ലഭിക്കും. 19ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ OA is the radius of the circle, PQ is the tangent through A. What is the measure of angle OAP? ആംഗിൾ OAPയുടെ മെഷർ എത്ര എന്നാണ്. നമുക്കറിയാം റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ OAP എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്, മാർക്ക് എ പോയിൻറ്റ് A on it, ഡ്രോ ദ ടാൻജൻറ്റ് ത്രൂ A. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. അതിൽ A എന്ന് പറയുന്ന പോയിൻറ്റ് മാർക്ക് ചെയ്തതിനു ശേഷം അതിലൂടെ 90 ഡിഗ്രി വരച്ചാൽ മതിയാവും. 20ാമത്തെ ചോദ്യം. ABCD is a rectangle. P is the midpoint of CD. If we put a dot in the figure without looking into it, what is the probability that it would be inside the triangle APB? രണ്ടാമത്തെ ചോദ്യം. What is the probability that it would be inside triangle ADP? അപ്പോൾ ABCD ഒരു ചതുരമാണ്. CDയുടെ മധ്യബിന്ദുവാണ് P എന്ന് പറയുന്ന. കണ്ണടച്ചൊരു കുത്തിട്ടാൽ APB എന്ന് പറയുന്ന ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എന്താണ്? ADPക്ക് അകത്താകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ APB എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്താകാനുള്ള സാധ്യത കണ്ടെത്താനായിട്ട് APB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ AB, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ BC. അപ്പോൾ AB ഇൻറ്റു BC. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ APBയുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബേസ്. ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ AB ആണ്. H ട്രയാങ്കിളിൻ്റെ ഹൈറ്റും റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ഈക്വലി തന്നെയാണ്. അപ്പോൾ AB ഇൻറ്റു BC. അപ്പോൾ ആ ഡോട്ട് APB എന്ന് പറയുന്ന ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ APB ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD = ഹാഫ് AB ഇൻറ്റു BC ഡിവൈഡഡ് ബൈ AB ഇൻറ്റു BC. AB ഇൻറ്റു BC നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് എന്ന് ലഭിക്കും ആൻസർ. രണ്ടാമത്തെ ചോദ്യം. ADP എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്താകാനുള്ള സാധ്യതയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ADPയുടെ ഏരിയ നമുക്ക് ആവശ്യമാണ്. ABCDയുടെ ഏരിയ നമുക്കറിയാം AB ഇൻറ്റു BC ആണ്. ഇനി ADP എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു BH ആണ്. ഹാഫ് ഇൻറ്റു ADPയുടെ ബേസ് എന്ന് പറയുമ്പോൾ DP ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ DA. ആ DA നമുക്ക് വേണമെങ്കിൽ BC എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് ഇൻറ്റു DP ഇൻറ്റു BC. ഇനി പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADP ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADP എന്ന് പറയുമ്പോൾ ഹാഫ് DP ഇൻറ്റു BC ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ AB ഇൻറ്റു BC.
ബി സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡി പി ബൈ എ ബി എന്ന് വരും. അതിന് നമുക്ക് എ ബിയെ ഡി പി ഇൻറ്റു 2 എന്ന് എഴുതാം. കാരണം പി എന്ന് പറയുന്ന ഡി സിയുടെ സെൻറ്ററാണെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പോൾ എ ബിയെ നമുക്ക് ഡി പി ഇൻറ്റു 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡി പി ബൈ 2 ഇൻറ്റു ഡി പിയും ഡി പിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹാഫ് ഈക്വൽ ടു 1/4 എന്ന് ലഭിക്കും. 21ാമത്തെ ചോദ്യം 20th ടേം ഓഫ് ദി അർത്തമെറ്റിക് സീക്വൻസ് 5, 10, 15 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ 20ാമത്തെ പദം. നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കാൻ dn + f - d. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 5 ആണ്. 5 ഇൻറ്റു n എന്ന് പറയുമ്പോൾ എത്രാമത്തെ ടേം ആണോ കണ്ടെത്തേണ്ടത് അത് 20. അപ്പോൾ 5 ഇൻറ്റു 20 + f - d. f എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് d എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 5. അപ്പോൾ 5 ഇൻറ്റു 20 ഈക്വൽ ടു 100. അല്ലാന്നുണ്ടെങ്കിൽ f + 90d വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ a + n - 1 ഇൻറ്റു d ആ ഫോർമുല വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്നുള്ളതാണ്. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അർത്തമെറ്റിക് സീക്വൻസ് 5, 10, 15. നമുക്കറിയാം സം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d അല്ലെങ്കിൽ n/2 ഇൻറ്റു x1 + xn ഇത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ n എന്ന് പറയുമ്പോൾ ഇവിടെ 20 ആണ്, f എന്ന് പറയുമ്പോൾ 5 ആണ്, കോമൺ ഡിഫറൻസ് d എന്ന് പറയുമ്പോൾ 5 തന്നെയാണ്. അപ്പോൾ 20/2 ഇൻറ്റു 2 ഇൻറ്റു 5 + 20 - 1 ഇൻറ്റു d അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 1050 എന്ന് ഉത്തരം ലഭിക്കും. മൂന്നാമത്തെ പാർട്ട് 4, 9, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ്. ഇതേ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 1030 എന്ന് ലഭിക്കും. 22ാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ സി ഡി ഇ ആൻഡ് ജി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആംഗിൾ ഡി ഈക്വൽ ടു 70 ഡിഗ്രി ഫോർ ദ ആംഗിൾസ് ഗിവൺ ഇൻ ദ കോളം 1 ചൂസ് സ്യൂട്ടബിൾ മെഷേഴ്സ് ഫ്രം കോളം 2. ചിത്രത്തിൽ സി ഡി ഇ ജി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആംഗിൾ ഡി 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിലെ കോണുകളുടെ അളവുകൾ ആകാവുന്നത് രണ്ടാമത്തെ കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തത് ഇ സി ജിയുടെ അളവ് എത്രയെന്നാണ്. ഇ സി ജിയുടെ മെഷർ നമുക്കറിയാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലായിരിക്കും. കാരണം 4 വെർട്ടെക്സും സർക്കിളിലാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 വരണം. അപ്പോൾ ഡിയുടെയും സിയുടെയും ആംഗിൾസിൻ്റെ സം 180 വരണം. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിൾ 180 - 70 ആയിരിക്കും 110. അപ്പോൾ ഇ സി ജി എന്ന് പറയുന്ന ആംഗിൾ 110 ആണ്. രണ്ടാമത്തെ ആംഗിൾ ഇ ബി ജി ആണ്. ഇ ബി ജി എന്ന് പറയുന്ന സർക്കിളിനകത്ത് വരുന്ന ആംഗിളാണ്. നമുക്കറിയാം സർക്കിളിനകത്ത് വരുന്ന ആംഗിളാണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ടുള്ളത് ഇവിടെ ബാക്കി രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് 120 ഡിഗ്രി വരുന്നുണ്ട്, 180 ഡിഗ്രി വരുന്നുണ്ട്. അതിലൊരിക്കലും 180 ഡിഗ്രി ആവില്ല. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെയാണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഇ ബി ജി എന്ന് പറയുന്ന ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഇ എ ജി എന്ന് പറയുമ്പോൾ വൃത്തത്തിന് പുറത്താണ്, അത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അത് 60 ഡിഗ്രിയാണെന്ന് ലഭിക്കും. 23ാമത്തെ ചോദ്യം ഫിൽ അപ്പ് ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ഗിവൺ സ്ക്വയർ സച്ച് ദാറ്റ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ഈച്ച് കോളം ആൻഡ് ബോത്ത് ഡയഗണൽസ് ഫോം അർത്തമെറ്റിക് സീക്വൻസ്. തന്നിരിക്കുന്ന സമചതുരത്തിൽ ഓരോ വരിയിലും ഓരോ നിരയിലും കോണോട് കോണും സമാന്തര ശ്രേണി ആകുന്ന വിധത്തിൽ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് 3 എന്ന് തന്നിട്ടുണ്ട്, തേർഡ് 13 തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം 3 എന്ന് എടുക്കാം, തേർഡ് ടേം 13 എന്ന് എടുക്കാം. കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ നമുക്കറിയാം ടേംസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ ടേംസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 13 - 3 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3 - 1. അപ്പോൾ 10/2 എന്ന് കിട്ടും. 5 എന്ന് ലഭിക്കും കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ 3 + 5 8 എന്ന് ലഭിക്കും. ഇനി നമുക്ക് താഴോട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ടേം 3 ആണ്, തേർഡ് ടേം എന്ന് പറയുമ്പോൾ 7. ഇതേപോലെ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് ടേംസ് ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമ്പോഴത്തേക്കും കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 3 + 2 5 7 എന്ന് ലഭിക്കും. ഇനി നമുക്ക് ആ ഡയഗണൽ കൺസിഡർ ചെയ്യാം. 7 അടുത്ത ടേമില്ല 13, ആ ഒരു ഡയഗണൽ 7, 13 വരുന്ന ഡയഗണൽ കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ടേം 7 എന്നും തേർഡ് ടേം 13 എന്നും എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ബാക്കി ടേംസ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ സാധിക്കും. 24ാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി ബി സി ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സൈൻ എ ഈക്വൽ ടു 1/2. അപ്പോൾ ചിത്രത്തിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്, ബി സി 1 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, സൈൻ എ 1/2 എന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി, എ സിയുടെ ലെങ്ത് എന്തെന്നാണ്. എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇനി നമുക്കറിയാം സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് ആണ് അവിടെ 2 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ എ സിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ 2. ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി, എ ബിയുടെ ലെങ്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം ബി എന്ന് പറയുന്ന 90 ഡിഗ്രിയാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ബേസ് ആണ് എ ബി. ബേസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു √2² - 1 സ്ക്വയർ. അപ്പോൾ ആൻസർ നമുക്ക് √3 എന്ന് ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ എന്നാണ്. ഇവിടെ സൈഡ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 1 √3 2. നമുക്കറിയാം സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആണെങ്കിൽ ആംഗിൾസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 30 60 90 ആയിരിക്കും. അപ്പോൾ 1ന് ഓപ്പോസിറ്റ് ഉള്ളത് 30 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി മൂന്നാമത്തെ സൈൻ 60 എത്ര എന്നാണ് ചോദ്യം.
സൈൻ 60 എന്ന് പറയുമ്പോൾ സി, സൈൻ സി ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. സൈനിൻ്റെ ഫോർമുല നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സി വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എ സി ആണ്. അപ്പോൾ എ ബി ഈക്വൾ ടു √3/AC എന്ന് പറയുമ്പോൾ 2. അപ്പോൾ സൈൻ 60 ഈക്വൾ ടു √3/2. 25ാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് എ പോയിന്റ് P ഔട്ട്സൈഡ് ദ സർക്കിൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7 cm ഫ്രം ദ സെൻറ്റർ, ഡ്രോ ദ ടാൻജൻസ് ഫ്രം P ടു ദ സർക്കിൾ, മെഷർ ദ ലെങ്ത് ഓഫ് ടാൻജൻസ്. അപ്പോൾ 3 cm ആരമുള്ള ഒരു വൃത്തം ആദ്യം വരയ്ക്കാം. 3 cm ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. ആ വൃത്ത കേന്ദ്രത്തിൽ നിന്നും 7 cm അകലെ P എന്ന് പറയുന്ന ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് Pയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കണം. അതിന് വൃത്തകേന്ദ്രം മുതൽ വൃത്തകേന്ദ്രത്തിന് നമുക്ക് O എന്നെടുക്കാം. O മുതൽ P വരെയുള്ള ലൈൻ OP എന്ന് പറയുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അത് OP എന്ന് പറയുന്ന ലൈനിനെ ടച്ച് ചെയ്യുന്നിട്ട് നമുക്ക് M എന്ന് എന്തെങ്കിലും പേര് കൊടുക്കാം. അപ്പോൾ OM കോമ്പസിലെടുത്തതിന് ശേഷം എമ്മിൽ വെച്ചിട്ട് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ ഇപ്പോൾ വരച്ച സർക്കിൾ 2 പോയിൻറ്റ്സിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ Pയിൽ നിന്നും അങ്ങോട്ട് ടാൻജൻസ് വരയ്ക്കാം. ഇനി അതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്ത് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. 26ാമത്തെ ചോദ്യം, സ്കോർ ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. 10 കുട്ടികളുടെ മാർക്കാണ് ചുവടെ തന്നിട്ടുള്ളത്. സ്കോറുകളുടെ മാധ്യം കാണുക. മീനാണ് ഫസ്റ്റ് ചോദ്യം. മീൻ എന്ന് പറയുമ്പോൾ സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം സം കണ്ടെത്തുക. സം എന്ന് പറയുമ്പോൾ 380 എന്ന് വരും. 380 ഡിവൈഡഡ് ബൈ 10 38 ആണ് ലഭിക്കും. രണ്ടാമത്തെ ഫൈൻഡ് ദ മീഡിയൻ സ്കോർ എന്നാണ്. മീഡിയൻ സ്കോർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാം. ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന നമ്പർ 39ഉം 41ഉം ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആൻസർ നമുക്ക് 40 എന്ന് ലഭിക്കും. 27ാമത്തെ ചോദ്യം, XY അക്ഷങ്ങൾ വരച്ച് 2, 3 എന്നുള്ള ബിന്ദു അടയാളപ്പെടുത്തുക. ആധാര ബിന്ദു കേന്ദ്രമായി 2, 3 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക. അപ്പോൾ X ആക്സിസും Y ആക്സിസും വരയ്ക്കുക. നമ്മൾ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയതിന് ശേഷം 2, 3 എന്ന് പറയുന്ന പോയിൻറ്റ് X ആക്സിൽ 2ഉം Y ആക്സിൽ 3ഉം. അപ്പോൾ ഈ പോയിൻ്റ് ആയിരിക്കും വരുന്നത്. ആ 2, 3 എന്ന് പറയുന്ന ബിന്ദു നമ്മൾ അടയാളപ്പെടുത്തി. രണ്ടാമത്തെ ചോദ്യം, ആധാര ബിന്ദു കേന്ദ്രമാക്കി, അതായത് ഒറിജിൻ സെൻറ്ററാക്കി ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നൊരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒറിജിൻ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തതിന് ശേഷം ഒരു സർക്കിൾ വരച്ചാൽ മതിയാവും. 28ാമത്തിൽ 1ാമത്തെ ചോദ്യം, പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 cm, ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മാളർ സൈഡ് ഈസ് 7 cm, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ലാർജർ സൈഡ്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 cm ആണ്. ചെറിയ വശത്തിൻ്റെ നീളം 7 ആണെങ്കിൽ വലിയ വശത്തിൻ്റെ നീളം എത്രയാണ്? നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × L+B ആണ്. 2 × നീളം അധികം വീതിയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ 2 × L+B = 40. അവിടെ നിന്ന് 2 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും 40/2 എന്ന് വരും. അപ്പോൾ L+B = 20 എന്ന് കിട്ടും. അതായത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ 20 എന്ന് ലഭിക്കും. അതിൽ ചെറിയ വശം ബ്രെഡ്ത്ത് 7 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 20 - 7 13 എന്ന് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യത്തിൽ പെരിമീറ്റർ 14 തന്നിട്ടുണ്ട്, ഏരിയ 96 എന്ന് തന്നിട്ടുണ്ട്. അതായത് ചുറ്റളവ് 40ഉം പരപ്പളവ് 96ഉം എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് 2 × L+B 40 ആണ്. അവിടെ നിന്ന് ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 20 കിട്ടുമെന്ന് ലഭിക്കും. ലെങ്ത് നമുക്ക് X എന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് 20 - X എന്ന് എടുക്കാം. അപ്പോൾ ലെങ്ത് Xും ബ്രെഡ്ത്ത് 20 - Xും. ഇനി പരപ്പളവ് നമുക്കറിയാം, ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് × ബ്രെഡ്ത്താണ്. അപ്പോൾ X × 20 - X ആണ് 96 എന്ന് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് X അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20X - X² = 96 എന്ന് കിട്ടും. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. X² ടേം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ -20X + X² = -96 എന്ന് കിട്ടും. X² ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ X² - 20X = -96 എന്ന് ലഭിക്കും. ഇനി ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി എക്സിൻ്റെ കൂടെയുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 20 ആണ്. 20ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10, 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. ആ 100 രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ X² - 20X + 100 = -96 + 100 എന്ന് വരും. ഇനി X² - 20X + 100നെ നമുക്ക് X - 10 the whole square എന്ന് എഴുതാം. -96 + 100 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 12 എന്ന് ലഭിക്കും. X 12 എന്നിട്ട് X എന്ന് പറയുമ്പോൾ ലെങ്ത് 12 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 20 - 12 8 ആണെന്ന് ലഭിക്കും. 29ാമത്തെ ചോദ്യം, 1 is asked to say a 2-digit number. ഒരാൾ ഒരു 2 അക്ക സംഖ്യ പറയാൻ പറയുന്നു. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ബോത്ത് ഡിജിറ്റ് ബീയിങ് ദ സെയിം. 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ്? നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 90 ആണ്. 2 അക്ക സംഖ്യകൾ ആകെ എണ്ണം 90 ആണ്. അപ്പോൾ അതും 2 അക്കങ്ങൾ തുല്യമാകുക എന്ന് പറയുമ്പോൾ 11, 22, 33, 44 അങ്ങനെ 99 വരെ വരും. അങ്ങനത്തെ 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീയിങ് സെയിം എന്ന് പറയുമ്പോൾ 9/90 = 1/10 എന്ന് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ട്വൈസ് ദ സെക്കൻഡ് ഡിജിറ്റ്. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിൻ്റെ ഇരട്ടി. അങ്ങനെയുള്ള നമ്പേഴ്സ് എന്ന് പറയും 21, 42, 63, 84. ഇതിലെല്ലാം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 4/90 = 2/45 എന്ന് ലഭിക്കും.
30ാമത്തെ ചോദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9 ആയാൽ പി ഓഫ് 2 പി ഓഫ് 3 എന്നിവ കണ്ടെത്തുക. പി ഓഫ് 2 കണ്ടെത്താൻ എക്സിന് പകരം 2 കൊടുത്താൽ മതി. എക്സിന് പകരം 2 കൊടുക്കുമ്പോഴത്തേക്കും 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 9 എന്ന് ലഭിക്കും. അപ്പോൾ ആൻസർ 3 എന്ന് ലഭിക്കും. പി ഓഫ് 3 കണ്ടെത്താൻ എക്സിന് പകരം 3 കൊടുത്താൽ മതി. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 3 പ്ലസ് 9 അവിടെയും ആൻസർ 3 എന്ന് ലഭിക്കും. 2ാമത്തെ ചോദ്യം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. പി ഓഫ് എക്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9 മൈനസ് പി ഓഫ് 2. പി ഓഫ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആണെന്ന് ലഭിച്ചു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9 മൈനസ് 3. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് ലഭിക്കും. ഇനി ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതണം. രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതണം. അതിന് വേണ്ടിയിട്ട് കൂട്ടുമ്പോൾ മൈനസ് 5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 6ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കുക. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -2 -3 ആണ്. -2 -3യും കൂടെ കൂട്ടുമ്പോൾ -5 എന്ന് ലഭിക്കും. ഇൻറ്റു ചെയ്യുമ്പോൾ 6 എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ x-2 ഇൻറ്റു x-3 ആണ്. ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ x-2 ഇൻറ്റു x-3. ഈ -2 -3 എന്ന ആൻസർ -b ± √b² - 4ac എന്ന ഇക്വേഷൻ വെച്ചും കണ്ടെത്താൻ കഴിയും.